സത്യം പറഞ്ഞാൽ ഡയറ്റ് തുടങ്ങുന്ന വീഡിയോ ഇടുമ്പോഴത്തേക്കും ഒത്തിരി ആൾക്കാരാണ് അതിന് റിപ്ലൈ തരുന്നത്. അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഹെൽത്ത് നോക്കുന്ന ഒരു ഇതിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. എല്ലാവർക്കും ഒരു ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്കും വയറ് കുറയ്ക്കാൻ പറ്റുക, അതൊക്കെ ഭയങ്കര വയറ് നമ്മുടെ ആ ഒരു പഴയ രീതിയിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വളരെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അതിന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ അനുഭവിക്കുന്ന ഒത്തിരി സ്ത്രീകളുണ്ട് അല്ലേ. അത് നമ്മൾ സത്യം പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കത്തില്ല, വീട്ടിലുള്ളവരുടെ കാര്യവും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളും ഒക്കെ ഓടി നടന്ന് നോക്കി അവസാനം നമ്മുടെ സൗന്ദര്യം നല്ലൊരു 30 വയസ്സ് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു 35 വയസ്സിന് മുകളിലോട്ടാകുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അന്നേരം ഒരു ബോധോദയം ഉണ്ടാകുന്നത് അല്ലേ. നമ്മുടെ രൂപം കണ്ണാടിയിൽ കാണുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഒന്ന് ഒരുങ്ങാൻ പോലും പലരും ഒരുങ്ങി നടന്നിരുന്നവർ പിന്നീട് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരുങ്ങാത്തൊരു സിറ്റുവേഷനിലെത്തും. ഒരു തരം സാഹചര്യം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആ ഒരു ജീവിതവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ഒറ്റപ്പെട്ടു പോകുന്നതും. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ സമയമില്ലാതെ ഒരുപാട് കളിയാക്കലുകൾ. എവിടെ കണ്ടാലും നീ ഇത്ര തടിച്ചു പോയല്ലോ, നീ എന്താ കഴിക്കുന്നേ, അല്ലെങ്കിൽ മെലിഞ്ഞിരിക്കുന്നവരോട് നീ ഒന്നും കഴിക്കുന്നില്ലേ, നിന്റെ വീട്ടിലൊന്നും തരുന്നില്ലേ, അല്ലെങ്കിൽ നിന്റെ റേഷൻ കട എവിടെയാണെന്ന് വണ്ണമുള്ളവരോടും. അപ്പോൾ ആ ഒരു ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാനസികാവസ്ഥ സത്യം പറഞ്ഞാൽ അവർക്കറിയേണ്ട ഒറ്റ കാര്യമില്ലല്ലോ, അവർക്കതൊരു മനസ്സുഖം. പിന്നെ നമ്മൾ വണ്ണം കുറയ്ക്കാൻ ഇറങ്ങുമ്പോഴത്തേക്കും ആദ്യത്തെ ചോദ്യം, നിന്നെക്കൊണ്ട് ഡയറ്റ് പറ്റുമോ? ഡയറ്റ് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ചോദിക്കും, നീ ഡയറ്റ് ചെയ്തിട്ട് എവിടെ മെലിഞ്ഞു, അല്ലെങ്കിൽ എന്താണ് നീ ഡയറ്റ് ചെയ്തിട്ട് നിനക്ക് നേടിയത്, നിന്റെ ശരീരത്തിൽ മാറ്റമൊന്നും കാണുന്നില്ലല്ലോ. എന്നാൽ ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവർ എന്തെങ്കിലും കഴിക്കാൻ തുടങ്ങിയാലോ, ആഹാ ഡയറ്റൊക്കെ നിർത്തിയല്ലേ, പഴയതിലും വണ്ണം കൂടുന്നുണ്ട് കേട്ടാ, അല്ലാതെ കുറഞ്ഞു എന്നൊരു നല്ലൊരു വാക്ക് ആരും പറയുന്നുള്ളൊരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്നോടൊപ്പം ഞാൻ എന്തായാലും തൽക്കാലം ഡയറ്റ് പതിയെ സ്റ്റാർട്ട് ചെയ്ത് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഐഡിയൽ വെയിറ്റിൽ എത്താൻ പറ്റിയിട്ടില്ല. ഐഡിയൽ വെയിറ്റ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ 65 നിന്നാൽ മതി. അപ്പോൾ എന്തായാലും വെയിറ്റ് കുറയ്ക്കണം, അപ്പോൾ വീട്ടിലൊക്കെ മതി എന്നുള്ള ആ ഒരു തീരുമാനം വന്നതുകൊണ്ടാണ്. എൻ്റെ കെട്ടിയും ഡയറ്റ് എടുക്കത്തുമില്ല, ഡയറ്റ് എടുക്കാൻ പോകുന്നതിനെ കൊണ്ട് എടുപ്പിക്കത്തുമില്ല എന്നൊരു സിറ്റുവേഷനാണ്. അപ്പം അതുകൊണ്ടിട്ട് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം വർക്കൗട്ടും ഒക്കെ നിർത്തി വെച്ചിട്ട് ഒത്തിരി നാളായി. ഈ കഴിഞ്ഞ വർഷം 2025 തുടങ്ങാമെന്ന് വിചാരിച്ചിരുന്ന പലരും 2026 ആകുമ്പോഴും ആ ഒരു സ്റ്റക്കിൽ തന്നെ നിൽക്കുന്ന ഒത്തിരി ആൾക്കാരില്ലേ. അപ്പോൾ ഈ വീട്ടിലെ കാര്യങ്ങളും എല്ലാം നോക്കിക്കൊണ്ടാണ് ഈ ഒരു സക്സസ് എന്നുള്ളൊരു ഇതിൽ ഞാൻ എത്തിയത്. ഇതിൻ്റെ വലിയവനെ അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. 9ാം ക്ലാസ്സിലായതുകൊണ്ട് തന്നെ ഇപ്പം ആശാനെ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പം അങ്ങനെ രാവിലെ ഞാൻ പറഞ്ഞ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന്. രാവിലെ എഴുന്നേറ്റ പാടെ ഞാൻ 1/2 ഗ്ലാസ് വെള്ളം, അതായത് ആ ഒരു 1/2 ലിറ്റർ വെള്ളമാണ് ഞാൻ അകത്താക്കിയത്. അതിനുശേഷം വീണ്ടും അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് ഈ 1 ലിറ്റർ വെള്ളം ഞാൻ കുടിച്ചിരിക്കും കേട്ടോ, അതെനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ചെറിയവനെ ഇന്ന് വൈകിട്ട് വരെ ഇരുത്താമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ, കാര്യം കുറച്ച് നേരം ഇരുന്നാൽ ഫോൺ കളി ഒഴിവാകും, അതുപോലെ തന്നെ എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് ഓടി നടക്കുകയും ചെയ്യാമല്ലോ എന്നുള്ളൊരു തീരുമാനത്തിൽ ഇന്ന് വൈകിട്ട് വരെ, സത്യം പറഞ്ഞാൽ സങ്കടമാണ്. അപ്പോൾ 1-ാം തീയതി വൈകിട്ട് വരെ വിടാമെന്ന് പറഞ്ഞെങ്കിൽ വിട്ട് ഇന്നൊരു മേക്ക് ഓവർ കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവനെയും വിട്ട് രാവിലെ തന്നെ, സത്യം പറഞ്ഞാൽ രാവിലെ 2 അപ്പമാണ് കഴിച്ചത്, അത് വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അപ്പം നമുക്ക് നമ്മുടെ ഡയറ്റും കാര്യങ്ങളും ആയിട്ട് ഇനി മുന്നോട്ട് പോകാം. ഇങ്ങനെയൊക്കെയുള്ള ഡ്രസ്സ് എൻ്റെ കല്യാണ സമയത്ത് പോലും ഇട്ടിട്ടില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആ സമയത്ത് പോലും ഡ്രസ്സ് തയ്പ്പിക്കാൻ കൊടുക്കാനും അല്ലെങ്കിൽ അളവെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോഴും ഒക്കെ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. വണ്ണം കൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തൊക്കെ വിചാരിക്കും എന്നുള്ളൊരു തീരുമാനം, ആൾക്കാർ എന്ത് വിചാരിക്കും എന്നുള്ള തീരുമാനം എന്ന് മാറ്റിയോ അന്ന് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം ഇതായിരുന്നു എൻ്റെ ഫൈനൽ ഒരു ലുക്ക് വന്നത്. അപ്പം എങ്ങനെയുണ്ടെന്നൊന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് ആഗ്രഹിച്ച് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ഒരു മേക്ക് ഓവർ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡിയായതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് ഹവ ഒരു കല്യാണ പെണ്ണിനെ ഒരുക്കുന്ന ഫീലാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ പുറകെ പോകുമ്പോഴത്തേക്കും. അപ്പം ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോസായിട്ട് പോകാം. അപ്പോൾ തുടക്കം മുതലുള്ള കാര്യങ്ങൾ എങ്ങനെ ഇതേപോലെ ഓൺ വോയിസ് വേണം, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഇതേപോലെ നമ്മുടെ വീട്ടിലെ ഡേ ഇൻ വ്ളോഗ്സിൽ മതിയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തായാലും നമ്മൾ ഒരുമിച്ച് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ കൊല്ലം എന്തായാലും കുറയാത്തവർക്ക് നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മൾ വെയിറ്റ് ലോസ് എടുത്തിരിക്കും. അത് നമ്മുടെ നാത്തൂൻസ് കിച്ചൻ്റെ ഒരു ഉറപ്പാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇതേ ഫോട്ടോഗ്രാഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
മാഷാല്ലാ. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമൻറ്റും അനുസരിച്ചിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടാം ഇൻഷാല്ലാ. അപ്പം നമുക്ക് അടുത്ത വീഡിയോസ് മുതൽ നമ്മുടെ ഞാൻ ഡയറ്റിന് ആദ്യം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തെന്നുള്ള വീഡിയോസും കാര്യങ്ങളുമായിട്ട് നാളെ മുതൽ നമുക്ക് കാണും വരേക്കും. ടാറ്റാ ബൈ, സീ യു.